ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മറ്റൊരു ഡിഷുമായി. മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഡിഷാണ് നോൺ വെജ് ഡിഷ്. നോൺ വെജ് എന്ന് കേൾക്കുമ്പം ബിരിയാണി, അതിൽ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. അത് തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം, കുക്കർ ബിരിയാണി ഉണ്ടാക്കാം, അതുപോലെ തന്നെ പിള്ളേരെ കളിപ്പിക്കാനുള്ള തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം, പിന്നെ പോഷ് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു ഓർഡിനറി ബിരിയാണി, തട്ടിക്കൂട്ട് ബിരിയാണി അല്ല. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് റെഡിയാക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ അതിൻ്റെ കാലും വാലും അതെല്ലാം മാറ്റിയിട്ടുള്ള ഒരു 600 ഗ്രാം കാണും. അത്രയും ചിക്കനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴും അത് വേണം. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത്, കൂടാതെ കുറച്ച് നാരങ്ങാനീര് ചേർക്കണം. അത് 1 ലെമണിൻ്റെ പകുതി എടുത്ത് വെച്ചതാണ്, അതുകൂടെ ചേർത്ത്. ഇത് ചേർക്കുന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം. പിന്നെ ഉപ്പെടുക്കണം, അത് ഞാൻ വിട്ടുപോയി. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം, അത് നോക്കിയിട്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ എല്ലാം തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഈ ചിക്കൻ്റെ നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ ഇതിപ്പം 600 ഗ്രാം ചിക്കൻ ആണല്ലോ, ഞാനൊരു 4-5 സവോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റണം. അതിനുശേഷം അതിൻ്റെ അകത്തിടാനുള്ള പൊടികളെല്ലാം ഇവിടെ ഉണ്ട്, ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. അതുപോലെ ഇതിന് ശേഷം നമുക്ക് ചിക്കൻ റെഡിയായി കഴിയുമ്പം നമുക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയൻ വേണം. ഞാൻ സാധാരണ ഫ്രൈ ചെയ്ത് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ ചെന്നപ്പം റെഡിമെയ്ഡ് ഫ്രൈഡ് ഒനിയൻ കിട്ടി. അത് ആദ്യമായിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന്. അത് നമുക്ക് ബിരിയാണിക്കും അതുപോലെ ഇതിൻ്റെ മസാലയ്ക്കും ആവശ്യമുണ്ട്. അതും ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. കൂടാതെ തന്നെ ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും പിറ്റേ ദിവസത്തേക്ക് കഴിക്കത്തില്ല. അപ്പം ഒരു 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഈ സമയം കൊണ്ട് ഒന്ന് കഴുകി 1/2 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സവോള വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സവോളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആവുമൊന്നും വേണ്ട, ഡീപ്പായിട്ട് ഒരു ഷാലോ-ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും 1/2 ടേബിൾ സ്പൂൺ മതി, ജിഞ്ചറും ഗാർലിക്കും. കൂടാതെ ഞാനിവിടെ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളകുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുളക് പൊടി അധികം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പച്ചമുളക് മാറി വരുമ്പോൾ നമുക്ക് ബാക്കി മസാലകളും ഇട്ട് ടൊമാറ്റോയും ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോള വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒത്തിരി മുളക് പൊടി ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് 2 ടൊമാറ്റോയാണ്. അത് ഞാൻ പീസായിട്ട് എടുത്തിട്ടുണ്ട്, അതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ടൊമാറ്റോ ഇതിൽ കിടന്നൊന്ന് അലിഞ്ഞ് വെന്തലിയട്ടെ. അതിനുശേഷം നമുക്ക് അന്നേരത്തേക്ക് നമ്മുടെ ചിക്കൻ 1 മണിക്കൂറായിട്ടുണ്ടാവും. നമുക്ക് ചിക്കൻ എടുത്തിടാം. അപ്പോൾ ഇതിവിടെ കിടന്ന് വളരട്ടെ. ഇതാ നമ്മുടെ സവോളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്ത മസാലയാണ്. നിങ്ങൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ബിരിയാണി മസാലയോ എന്ത് വേണേലും ഇടാം. ഞാൻ സാധാരണ പൊടിച്ച മസാലയാണ് ഇടുന്നത്, അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല ഇതിലൊന്ന് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇപ്പം ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം ഇറങ്ങും. നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് നേരം. ചിക്കൻ അധികം വേവൊന്നും ഇല്ലല്ലോ, ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ആവശ്യത്തിന് പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് ഒനിയൻ, കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടെ മുകളിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇത് നമുക്ക് ചിക്കൻ വാങ്ങി വെക്കാം. ഇനി അടുത്തത് നമുക്ക് റൈസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അത് പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഏലക്ക ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്, 2 ഗ്ലാസ്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എടുക്കുന്നത് ടിൽഡയുടെ റൈസാണ്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ അരി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ബേ ലീവ്സ് ഉള്ളവർ ഇട്ടാൽ മതി. അത് ഇടുമ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടാണ്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും അതിന് വേണ്ടി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഈ അരിയുടെ പച്ചമണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ അരിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അരി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഇത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചാണ്, അത് ഒഴിച്ച് കൊടുക്കാം. ഈ ഒപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലാവശ്യത്തിന് നമ്മൾ ചിക്കന് ഉപ്പ് ചേർത്തതാണെങ്കിലും ചോറിൽ പിടിക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുന്നോട്ട് നിൽക്കണം ഉപ്പ്. അതുപോലെ തന്നെ ഈ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് ഇത് അരമുറിയാണ്. അത് നമ്മുടെ ചോറ് കട്ട കെട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പം മൂടി വെച്ച് സിമ്മയിൽ വെച്ച് അടച്ച് വെക്കാം. ഞാനിത് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ചിലരിത് പകുതി വേവിന് ദം ചെയ്യാൻ വേണ്ടി ഊറ്റിയെടുക്കുന്നവരുണ്ട്. ഞാനിത് കറക്റ്റ് വെള്ളമാണ്, അത് പറ്റിയത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ചിട്ട് സിമ്മയിൽ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഫയർ നമുക്ക് സ്ലോ വെക്കണം, സിമ്മേ വെക്കണം. അതിനുശേഷം എന്തെങ്കിലും ഒരു വെയിറ്റ്, ഞാൻ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം എടുത്താണ് വെക്കുന്നത്, അത് വെച്ച് ഒരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് ബോളിലോട്ട് നമുക്ക് അത് ലൈൻ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ ചിക്കൻ എടുത്ത് ഒരു ലെയർ ഇടാം, ഒരു 3-4 പീസ് ഇടാം ഒരു ലെയറിൽ. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും അതിൻ്റെ പൊക്കത്തിലോട്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉള്ളി വറുത്തതും. അതുപോലെ ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമ്മൾ കുറച്ചൊരു നെയ്യും പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് ഞാനിവിടെ മഞ്ഞൾ പാലിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സാഫ്രോൺ പാലിൻ്റെ അകത്ത് ഇടുവോ അല്ലെ കളർ പൗഡറോ എന്ത് വേണമെങ്കിലും ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഞാനത് കലക്കി വെച്ചിരിക്കുന്നതാണ് പാലിൽ. അതിൻ്റെ മേളിലോട്ട് ചെറിയൊരു കളറിന് വേണ്ടി ഇത് ഇളക്കുമ്പം ഒരു ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ശക്കലം സ്വല്പം നെയ്യും കൂടെ, ബിരിയാണിക്ക് നെയ്യാണല്ലോ പ്രധാനം, ഒരു സ്വല്പം നെയ്യും കൂടെ തുള്ളി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ലെയർ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സുന്ദരമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ചോറൊന്നും കട്ട പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കഴിക്കാനായിട്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ സാലഡ്, പിന്നെ അതുപോലെ തന്നെ പപ്പടം, അതുപോലെ തന്നെ ലൈം പിക്കിൾ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, ഈ ബിരിയാണി ഉണ്ടാക്കിയത്.
അപ്പം നിങ്ങളും ഇതുപോലെ ശ്രമിക്കണം. ഇത് ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.